18 നല്ല ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഫോളോ ചെയ്യുന്നതും ശീലമാക്കി മാറ്റുക. എപ്പോഴും പുതിയ പുതിയ ശീലങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 19 നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഗ്രോ ആവാൻ കഴിയുള്ളൂ. എപ്പോഴും ഗോ 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 എന്ന ലെവലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബേൺ ഔട്ട്, ഡിപ്രഷൻ ഈ അവസ്ഥയിലൊക്കെ മാറും. അത് 100% ഉറപ്പാണ്. അത് ഇതിന് മുൻപ് അനുഭവിച്ച ആൾക്കാരൊക്കെയും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മളെപ്പോഴും ഫാസ്റ്റ് മോഡൽ അങ്ങ് ഓടിക്കഴിഞ്ഞാൽ, റെസ്റ്റ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ അധിക കാലമൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ റെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 20 കീപ് ഷോയിങ് അപ്പ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള സംഗതികളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക. ലോങ് ഗ്യാപ്പ് വന്നാൽ പോലും വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്ത പഠനത്തിലാണ് വലിയ ബ്രേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം, എപ്പോഴും കൂടെ കൂട്ടണം എന്ന് വിചാരിച്ച നിങ്ങളുടെ ഏതോ ഒരു ശീലത്തിലാണ് വലിയ ബ്രേക്ക് വന്നു പോയത്. എന്താണെങ്കിലും വീണ്ടും അതിലേക്ക് തിരിച്ചെത്താനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് ഗ്രോത്ത് ഉള്ളത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ലൈഫ് ടൈം കമ്പാനിയനാണ്, നമ്മുടെ സുഹൃത്തായിട്ട് തന്നെ നമ്മൾ കാണുക. ഈ ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ആഴ്ചയായിട്ടോ. പക്ഷെ പല തടസ്സങ്ങളും ഉണ്ട്, എനിക്കിത് പൂർത്തിയാക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇനിയും ഇതിന് മുകളിലിരുന്നാൽ വീഡിയോ ലേറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും, ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക്, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.